സോ ഫൈനലി ഗൂഗിളിൻ്റെ ജെമിനി ആപ്പിളിൻ്റെ സിറി ആകുന്നു. എന്തൊക്കെയാണല്ലേ നടക്കുന്നത്? കാരണം നമ്മളിവിടെ ആൻഡ്രോയിഡ് ആപ്പിൾ എന്നൊക്കെ പറഞ്ഞ് വലിയ ഫൈറ്റ് നടത്തുമ്പം അവിടെ കോർപ്പറേറ്റുകൾ ഇതുപോലുള്ള കൊളാബറേഷനിലൂടെ ആളുകളെ ശരിക്കും പറ്റിക്കുവാണോ? എന്താണ് ഈ ഒരു ആപ്പിൾ ഗൂഗിൾ കൊളാബറേഷൻ്റെ പുറകിലുള്ള കാരണങ്ങൾ? ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ആപ്പിളിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കിടിലൻ അനൗൺസ്മെൻറ്റും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അതാണ് ആപ്പിളിൻ്റെ പുതിയ ക്രിയേറ്റർ സ്റ്റുഡിയോ. എന്താണ് ഈ ക്രിയേറ്റർ സ്റ്റുഡിയോ? എങ്ങനെ നമുക്കിത് പ്രയോജനപ്പെടുത്താം? ഇങ്ങനെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. സോ എന്താണ് ഇപ്പം ഗൂഗിളും ആപ്പിളും ജെമിനിയുടെ പേരിൽ കൊളാബറേറ്റ് ചെയ്യാൻ പോകുന്നത്? എന്താണ് അതിൻ്റെ പുറകിലുള്ള റീസൺ? അതിൻ്റെ റീസൺ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ ഉപയോഗിക്കുന്ന iPhone 17 Pro. ഇതിൽ ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്ന സിറി എന്ന് പറയുന്നത് പഴയ നമ്മുടെ സിറിയാണ്. ഇതുവരെ ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല, മീൻസ് ആപ്പിൾ ഇൻ്റലിജൻസ് എനേബിൾ ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം ആപ്പിൾ ഇൻ്റലിജൻസ് തീരെ പോരാ എന്നുള്ളത് തന്നെയാണ്. കാരണം ജെമിനി, ChatGPT ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് 3-4 വർഷം പുറകിലാണ്. സോ ഇത് തന്നെയാണ് ഇപ്പോഴത്തെ ഗൂഗിളും ആപ്പിളും തമ്മിലുള്ള കൊളാബറേഷനുള്ള റീസൺ. കാര്യം മനസ്സിലായി കാണും. 2024 iOS 18 റിലീസ് ചെയ്ത സമയത്ത് ആപ്പിൾ വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഫീച്ചർ. അത് വരുമെന്നുള്ള പ്രഖ്യാപനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള സെപ്റ്റംബർ വരെയുള്ള കാത്തിരിപ്പിൽ നമുക്ക് കാര്യമായിട്ടുള്ള ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് ഒന്നും ലഭിച്ചില്ല. വളരെ സാവധാനത്തിലായിരുന്നു AI ഡെവലപ്മെൻറ്റ്സും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സും ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇതിൽ പണി കിട്ടിയത് ആപ്പിളിന് എവിടെയാണെന്ന് വെച്ചാൽ, ഒന്ന് ലേറ്റ് ആയിരുന്നു, രണ്ട് AI ടീമിൽ നിന്ന് നിരവധി സീനിയർ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ഡിപ്പാർട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് കമ്പനി വിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ തന്നെയാണ് ആപ്പിളിൻ്റെ അടിത്തറ, ആ ബേസ്മെൻറ്റ് അങ്ങ് ഇളകാൻ തുടങ്ങിയത്. ഇവിടെ ആപ്പിളിന് 2 കോൺഫ്ലിക്റ്റുകളാണ് നേരിടേണ്ടി വന്നത്. ഒന്ന്, യൂസേഴ്സിന് മുന്നിൽ പ്രഖ്യാപിച്ചിരുന്ന ഫീച്ചേഴ്സ് കൃത്യസമയത്തിന് ഡെലിവറി ചെയ്യാൻ സാധിച്ചില്ല. അതായത് യൂസേഴ്സ് നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്ത AI ഫീച്ചേഴ്സ് ഒന്നും തന്നെ ലഭിച്ചില്ല. രണ്ട്, ഇൻവെസ്റ്റേഴ്സ്, കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒക്കെ അടുത്ത് ആപ്പിളിന് വോയിസ് ഇല്ലാതായിപ്പോയി. അതായത് ആപ്പിളിന് ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു ടൈം ലൈൻ കൊടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ ആപ്പിൾ എന്ന് പറയുന്ന കമ്പനീനെ സംബന്ധിച്ചോളം ഇന്റേണലി പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ തുടങ്ങി. ഈ പ്രോബ്ലമാണ് അവസാനം ഗൂഗിളിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇപ്പം ഈ പറഞ്ഞ കൊളാബറേഷനിലേക്ക് വന്നെത്തി നിൽക്കുന്നത്. കാരണം ഇപ്പം നമ്മൾ ഈ അറിഞ്ഞിരിക്കുന്ന അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ സൈറ്റിലോ അല്ലെങ്കിൽ പ്രസ് റിലീസ് നോട്ടിലോ എങ്ങും മെൻഷൻ ചെയ്തിട്ടില്ല. ഇത് ചെയ്തത് ഒന്ന് ഗൂഗിളാണ്, രണ്ട് ബിസിനസ്സിന് വേണ്ടി ഉള്ള ന്യൂസ് ചാനലിലൂടെയാണ് ആപ്പിൾ ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ചിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പ്രയോജനം? ഇതിൽ AI പരമായിട്ട് യാതൊന്നുമില്ല. അത് ഉള്ള AI ആണെങ്കിൽ 100% അല്ല, പാർഷ്യലിയേ വർക്ക് ആകത്തുള്ളൂ. സോ സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ, അതായത് ഗൂഗിൾ, സാംസങ് ഉള്ള ബ്രാൻഡുകളൊക്കെ AIയുടെ കാര്യത്തിൽ 4-5 ഇയേഴ്സ് എഹെഡാണ്, 4-5 വർഷം മുന്നിലാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും യൂസേഴ്സ് ഒന്ന് റീതിങ്ക് ചെയ്യും. ആപ്പിളിൽ നിന്ന് ഗൂഗിളിലേക്കും മറ്റു ബ്രാൻഡുകളിലേക്കും യൂസർ ബേസ് കുറയാൻ അല്ലെങ്കിൽ ചാടി പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് അഫക്റ്റ് ചെയ്യുന്നത് ആപ്പിളിനെ വേറെ രീതിയിലാണ്. ഇൻവെസ്റ്റേഴ്സ് നോക്കുമ്പോൾ എന്താണ്, യൂസർ ബേസ് കുറയുന്നു, അതുകൊണ്ട് തന്നെ സെയിൽസിനെ അത് അഫക്റ്റ് ചെയ്യുന്നു. സോ മറ്റു കമ്പനികൾക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള AI ഉള്ളതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി കസ്റ്റമേഴ്സ് അങ്ങോട്ട് പോകും, അത് ഇൻവെസ്റ്റേഴ്സിനെ ബാധിക്കും. സോ നിലവിൽ ഈ 2 നാണക്കേടുള്ളതുകൊണ്ടാണ് ആപ്പിൾ കമ എന്നുള്ള ഒരു അക്ഷരം മിണ്ടാതെ വളരെ സൈലൻ്റായിട്ട് ഈ ഒരു കൊളാബറേഷനെ പറ്റി ഈ ട്വിറ്ററിലും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ അറിയിച്ചിരിക്കുന്നത്. അതും ആപ്പിളല്ല അറിയിച്ചിരിക്കുന്നത്, ഗൂഗിളാണ് ഈ കൊളാബറേഷനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും iOS 26.4 അപ്ഡേറ്റിൽ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രേഷൻ പ്രതീക്ഷിക്കാൻ. നിലവിൽ അടുത്ത 2 വർഷത്തേക്കാണ് ആപ്പിളും ഗൂഗിളും തമ്മിലുള്ള ഈ ഒരു കൊളാബറേഷൻ നടക്കാൻ പോകുന്നത്. സോ ഈ 2 വർഷം ഗൂഗിളിൻ്റെ ജെമിനി അല്ലെങ്കിൽ ആ മോഡലിനെ ആപ്പിളിന് എങ്ങനെ വേണമെങ്കിലും മാറ്റിമറിക്കാം, അതിനുള്ള ഫുൾ അധികാരവും ആപ്പിളിന് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില ഫീച്ചേഴ്സിൽ ഇപ്പം ആപ്പിളും തോന്നുവാണ് അവിടെ ജെമിനി യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ആപ്പിളിൻ്റെ തന്നെ മോഡൽ യൂസ് ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിൽ ആപ്പിളിന് അതും ചെയ്യാൻ സാധിക്കും. സോ മൊത്തത്തിൽ ആപ്പിൾ ഇൻ്റലിജൻസും ഉണ്ട്, ജെമിനിയും ഉണ്ട്. ഇത് രണ്ടും കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള മോഡിഫൈഡ് വേർഷൻ ആയിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനി ആസ് എ കൺസ്യൂമർ നമുക്ക് ഈ കൊളാബറേഷൻ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? തീർച്ചയായിട്ടും ഈ 2 വർഷം ടൈം കിട്ടും ജെമിനി ആയിട്ടുള്ള കൊളാബറേഷനിൽ. ഈ 2 വർഷത്തെ ടൈം ഗ്യാപ്പിൽ ആപ്പിളിന് കുറച്ചും കൂടെ ആപ്പിൾ ഇൻ്റലിജൻസിനെ എക്സ്പാൻഡ് ചെയ്യാനും ബെറ്റർ ആക്കാനുമുള്ള ഒരു ടൈം കിട്ടും. അത് ഒന്നാമത്തെ കാര്യം. രണ്ട് ഭാഗത്തു നിന്നുള്ള നല്ല പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം ജെമിനിയുടെ ആയിട്ടുള്ള കാര്യങ്ങളും നമുക്കിതിൽ ഒരേപോലെ യൂസ് ചെയ്യാൻ സാധിക്കും. 3, നമുക്ക് ലിറ്ററലി ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്രത്യേകിച്ച് ഗൂഗിൾ പിക്സലിലൊക്കെ യൂസ് ചെയ്യുന്ന അതേ ലെവൽ ഓഫ് അല്ലെങ്കിൽ അതേ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഐഫോണിലും അവൈലബിൾ ആകും.
സോ അതൊരു നല്ല കാര്യമാണ്. ഇനി ഈ ഒരു കൊളാബറേഷൻ ഇതിൽ ജെമിനി എന്ന് പറയുന്നത് ഒരു വെളിയിൽ നിന്നുള്ള ഫോറിൻ എലമെൻ്റ് ആണ്. അത് ആപ്പിളിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം നമുക്ക് സെക്യൂരിറ്റി പരമായിട്ടുള്ള എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം കൃത്യമായിട്ട് ഗൂഗിൾ തന്നെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആപ്പിൾ ഇൻ്റലിജൻസ് അനൗൺസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അവരുടെ ക്ലൗഡ് സെക്യൂരിറ്റി റിലേ എന്ന് പറയുന്നത്. ആ സംഭവം തന്നെ ആ ഒരു ക്ലൗഡിനകത്ത്, ആ ഒരു സെക്യൂർ ആയിട്ടുള്ള ക്ലൗഡിനകത്ത് നിന്നുകൊണ്ട് തന്നെയായിരിക്കും മോഡലുകൾ പ്രവർത്തിക്കുന്നത്. അത് വിട്ട് വെളിയിലേക്ക് പോകത്തില്ല. അതോടൊപ്പം തന്നെ ആപ്പിൾ ഇൻ്റലിജൻസ് ആയിട്ട് ഓൺ ഡിവൈസ് റൺ ചെയ്യാൻ സാധിക്കുന്ന എല്ലാ AI ഫീച്ചേഴ്സും ഓൺ ഡിവൈസ് തന്നെയായിരിക്കും റൺ ചെയ്യുന്നത്. ഈ ഫോൺ വിട്ടും വെളിയിലേക്ക് പോകത്തില്ല. ക്ലൗഡിലാണെങ്കിൽ ക്ലൗഡിൻ്റെ ആ ഒരു സെക്യൂരിറ്റി സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഗൂഗിളിൻ്റെ ജെമിനി ഇൻ്റഗ്രേഷനോടെ വരാൻ പോകുന്ന പുതിയ സിറി എന്ന് പറയുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൽ സംഭവിക്കാൻ പോകുന്നത്. ഇനി ആപ്പിളിൻ്റെ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത പുതിയൊരു സബ്സ്ക്രിപ്ഷൻ ബണ്ടിൽ, അതാണ് ആപ്പിളിൻ്റെ പുതിയ ക്രിയേറ്റർ സ്റ്റുഡിയോ. ഈ ഒരു ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഒരു ബണ്ടിലാണ്. അതായത് കുറേ അധികം ആപ്ലിക്കേഷൻസിൻ്റെ ഒരു കൂട്ടം. ഇതിൽ ആപ്പിളിൻ്റെ പ്രോ ആപ്ലിക്കേഷൻസ് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ലോജിക് പ്രോ, സൗണ്ട് റെക്കോർഡിങ്, സൗണ്ട് ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നവർക്കറിയാം എന്താണ് ലോജിക് പ്രോ എന്നുള്ളത്. ആപ്പിളിൻ്റെ എന്ന് പറയാൻ സാധിക്കില്ല. ഈ ഒരു മ്യൂസിക് ഇൻഡസ്ട്രിയിലെ ടോപ്പ് ലെവൽ സോഫ്റ്റ്വെയർസിലൊന്നാണ് ലോജിക് പ്രോ എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് മൾട്ടിപ്പിൾ ട്രാക്കിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ ട്രാക്കുകൾ ഒരേ സമയം പ്ലേ ചെയ്യാം, റെക്കോർഡ് ചെയ്യാം, അങ്ങനെയുള്ള നിരവധി ഓപ്ഷൻസും അഡ്വാൻസ് ഫീച്ചേഴ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബണ്ടിലേക്ക് വരുമ്പം അതിൽ AI ഇൻ്റഗ്രേഷനും കാണും എന്നുള്ളതാണ് ആപ്പിൾ പറയുന്നത്. 2, വീഡിയോ എഡിറ്റേഴ്സ്. നിങ്ങൾ മാക് യൂസേഴ്സ് ആണെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഫൈനൽ കട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ പറ്റി കേട്ടിട്ടുണ്ടാകും. ആപ്പിളിൻ്റെ ഒരു പ്രീമിയം വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണിത്. അതും നമുക്ക് ഈ ഒരു ബണ്ടിൽ ലഭിക്കുന്നു. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ കാണുന്ന വീഡിയോ പോലും ഞാൻ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഫൈനൽ കട്ടിലാണ്. സോ അത് വളരെ സിമ്പിളായുള്ള, അതായത് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ആപ്പിളിൻ്റെ ഫൈനൽ കട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രീമിയം വേർഷനുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബണ്ടിലിൽ നമുക്ക് ഫൈനൽ കട്ട് ഐപാഡിലും യൂസ് ചെയ്യാം, മാക്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. 3, ആപ്പിൾ ഈയിടെ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്ത ഒരു കമ്പനിയാണ് പിക്സലോമീറ്റർ പ്രോ. അതായത് അഡോബിൻ്റെ ഫോട്ടോഷോപ്പിന് ഓൾട്ടർനേറ്റീവ് ആണ് ഈ പിക്സലോമീറ്റർ. അതുപോലെ നമുക്ക് ലെയർ ബൈ ലെയർ ആയിട്ട് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫോട്ടോ ഡിസൈനിങ്, ഇങ്ങനെയുള്ള ലിറ്ററലി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സോ ആ പ്രീമിയം സോഫ്റ്റ്വെയർ നമുക്ക് ഇതിൽ അവൈലബിൾ ആകും. പിന്നെ അഡോബിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് പോലെ തന്നെ ആപ്പിളിനുള്ള മറ്റൊരു സോഫ്റ്റ്വെയറാണ് മോഷൻ എന്ന് പറയുന്നത്. അത് ഈ ബണ്ടിലുണ്ട്. അങ്ങനെ നിരവധി സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതിലുണ്ട്. ഇനി ഈ ഒരു പാക്കേജിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ്റെ റേറ്റാണ്. നമുക്ക് ഈ പറഞ്ഞ പ്രോ ആപ്ലിക്കേഷൻസും അതോടൊപ്പം തന്നെ AI ഇൻ്റഗ്രേഷനുള്ള മറ്റ് ആപ്ലിക്കേഷൻസും ഇതെല്ലാം കൂടെ നമുക്ക് പെർ മന്ത് ബേസിലും അല്ലെങ്കിൽ പെർ ഇയർ ബേസിലും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. അതും വെറും 399 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഈ പറഞ്ഞ എല്ലാ പ്രോ ആപ്ലിക്കേഷൻസ് ഇൻക്ലൂഡിങ് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഇത് ഇയർലി വെറും 4000 രൂപീസിന് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നോക്കിയാലും നമുക്ക് ലാഭമാണ്. കാരണം ഈ പ്രോ ആപ്ലിക്കേഷൻ ഇൻഡിവിജ്വലി വാങ്ങണം എന്നുണ്ടെങ്കിൽ 30,000 40,000 രൂപയൊക്കെ കൊടുക്കണം. അതിന് പകരം നമുക്ക് ഈ പറഞ്ഞ കുറഞ്ഞ റേറ്റിൽ, ഇനി ഇത് നിങ്ങൾ സ്റ്റുഡൻറ്റും കൂടെയാണ്, സ്റ്റുഡൻറ്റിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫറുണ്ട്. വെറും 199 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് ഓഫറിൽ ഈ പറഞ്ഞ പ്രോ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ സാധിക്കും. 400 രൂപ കൊടുക്കുന്നിടത്ത് നിങ്ങൾ 200 രൂപ കൊടുത്താൽ മതി. സോ ആപ്പിൾ യൂസർ ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ പ്രോ ആപ്ലിക്കേഷൻസോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ദിസ് ഡീൽ ഇസ് ദ ഡീൽ ഓഫ് ദ സെഞ്ചുറി. എനിവേ, വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുമ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ആപ്പ് ഐക്കൺസ് ആണ്. ഈ ആപ്പ് ഐക്കൺസ് ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റി നിയോൺ കളറിലുള്ള ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു ആപ്പ് ഐക്കൺസ് ആണ്. എന്താണിത് പ്രോംപ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മേ ബി iOS 27 വരാൻ പോകുന്ന എന്തെങ്കിലും ഐക്കൺ ചേഞ്ചസോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അടിപൊളിയാണ്. കാരണം കാണാൻ കൊള്ളാം, അടിപൊളി ഒരു ആപ്പ് ഐക്കൺസ് ഒക്കെയാണ്. ഇത് വേറെ എവിടെയും നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് കണ്ടിട്ടില്ല. സോ അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്സ്ക്രിപ്ഷനും അനൗൺസ്മെൻറ്റുമാണ് ആപ്പിൾ ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഈ ഒരു ബണ്ടിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വളരെ രസകരമായിട്ടുള്ള കുറച്ച് ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് ഇന്ന് തന്നെ നമ്മുടെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. ക്യാച്ച് യു ഗൈസ് നെക്സ്റ്റ് വൺ. അൻടിൽ ദെൻ, പീസ്.